പാടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അസദിന് ഇഷ്ടമായോ പാടിയിട്ട്? നല്ലോണം പാടാൻ പറ്റിയോ? ഇത് ആദ്യമായിട്ടാണോ 14ാം രാവിലാണോ ഈ പാട്ട് ആദ്യം പാടുന്നത്? പ്രാക്ടീസിന് വേണ്ടി മുമ്പ് പാടിയിരുന്നു. എനിക്ക് വയ്യ പാവം. മോനെ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബലിപെരുന്നാളിൻ്റെ പ്രോഗ്രാമിലാണ്. കാരണം ദുബായിൽ ഒന്നിച്ച് ഞാനും ഈ കുട്ടിയും അതുപോലെ തന്നെ ബാദുഷയും പിന്നെ ആദിലത്തോ ഇങ്ങനെ പല പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് വെറുതെ വരുന്നൊരു കുട്ടിയായിരിക്കും കൂടെ, ബാദുഷയെ കൂടിയ അല്ലെങ്കിൽ വേറെ ആരുടെ കൂടെയോന്ന്. അവിടെ കണ്ട ഒരു സംഭവം അത് ഇപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അബുദാബിയിലെ വേദിയിൽ ഈ കുട്ടി പാടിയപ്പോൾ അവിടുത്തെ പ്രവാസികൾ, മാപ്പിളപ്പാട്ടിൻ്റെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾ ഈ കുട്ടിക്ക് കൊടുത്ത ആ ഒരു സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. അന്ന് ദിർഹംസിൻ്റെ മാലകൾ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ആശംസിക്കും. അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സിബില മാം, മോൻ വലുതായാലും ആരായിരിക്കും? മോനെ വളരെ നന്നായിട്ടായിരുന്നു മോൻ പാടിയത്. എന്ത് രസമായിട്ടാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഒരു സെമി ക്ലാസിക്കൽ റൗണ്ട് കൂടിയാണിത്. സെമി ക്ലാസിക്കൽ രാഗത്തിൽ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു പാട്ടായത്. അത് അത്രയും മോന് പാടാൻ കഴിഞ്ഞല്ലോ. അത്ര നന്നായിട്ട് മോൻ പാടിയത്. ആ റസൂലേ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനം നിർത്തിയ ഭാഗം ഒക്കെ അത്രയും പഠിച്ചവർക്ക് മാത്രമേ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പം മോൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആവും. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. നല്ല ഭാവി മോനുണ്ട്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബില മാം. ഷാൻ സർ. അസദേ, ഞാൻ ഇനിയിപ്പോൾ എന്താ പറയാ, മോൻ അടിപൊളിയാ. ഞാൻ ആലോചിക്കും, ഈ പറഞ്ഞ പോലെ ഒരു 10-20 വർഷമൊക്കെ കഴിഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിലെ സിംഗേഴ്സ് മാത്രമല്ല ഹോൾ ഇന്ത്യയിലെ സിംഗേഴ്സ് തന്നെ ഒന്ന് അസദ് എന്തായാലും അവിടെ എത്തും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴേ അതിൻ്റെ സയൻസൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു മൈക്ക് സ്റ്റാൻഡ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും അസദിനൊരു മൈക്ക് സ്റ്റാൻഡ്. കാരണം എനിക്കറിയാം കുറേ വെയിറ്റും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു മൈക്ക് സ്റ്റാൻഡ് തരാം കേട്ടോ. എന്തായാലും മോന് പ്രാവശ്യം സൂപ്പറായിട്ട് പാടി. താങ്ക് യു ഷാൻ സർ. ഫൈസൽ സർ. മോനെ, ഈ പിന്നെ ഒരു പാട്ട് പരിശീലിച്ചാൽ നമുക്ക് ഏത് പാട്ടും പാടാം എന്നുള്ളതിന് തെളിവാണിത്. കാരണം ഒരു മുതിർന്ന ഗായകർ പോലും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന ഒരു പാട്ട്, അത് പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ സാധിക്കുന്നത്. അത്രയും ടഫ് ഒരു സോങ് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നൂലല്ലോ, ചില അക്ഷരങ്ങളൊക്കെ ഒന്ന് ശരിയാക്കേണ്ടത്. നഷ്ടം, ഹന്തക്ക്, വഴികൾ, അതൊക്കെ വൈന്നാണ്, വൈന്ന് പറയരുത് കേട്ടോ. അങ്ങനെ ചെറുതാണ്ട് വിഷയമുണ്ട്. നഷ്ടം എന്നൊക്കെ, അത് നഷ്ടം എന്നുള്ള അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ വളരെ അതൊന്നും വലിയ കാര്യമായിട്ട് മോൻ്റെ ഒരു ഈ പാട്ടിൻ്റെ ഒരു ഇങ്ങനെ എന്ത് പാടണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് മോൻ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് വളരെ കൃത്യമായി അത് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റുന്ന ചെറിയ അബദ്ധങ്ങളാണ് കേട്ടോ. അതൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ ഗംഭീരമാവും. ഇപ്പം തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർ ഇതെങ്ങനെ മോന് പാടി എന്നുള്ളതിന് അത്ഭുതപ്പെടും. അത്ര മനോഹരമായ രീതിയിലുള്ള അവതരണമാണ്. താങ്ക് യു ഫൈസൽ സർ. അസദേ, നല്ല കമന്റ്സ് ഒക്കെ കേട്ടല്ലേ, സന്തോഷായില്ലേ? ഇനി പാടുമ്പോ ഇവരെയും കൂടി ഒന്ന് നോക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണ്ടേ നമുക്ക് പാടാനായിട്ട്. ഓക്കെ, അസദിന്റെ മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. നല്ല കമന്റ്സും ആണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞത്. ഇനി ഈ വേദിയിലെത്തുന്നത് സൂര്യയാണ് മനോഹരമായ ഒരു ചലഞ്ചിങ് സോങ് ആലപിക്കാനായിട്ട്. അത് കേൾക്കുന്നതിന് മുൻപ് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.